ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പുറത്തു പോകാൻ പോവാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഡേ 3 ആൻഡ് ഡേ 4. ഇന്ന് ഡേ 3 ആണ്. അപ്പം ഡേ 3യും ഡേ 4ഉം ഒന്നിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. അത് ഒരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ബിക്കോസ് ഡേ 3ൽ ഞാൻ അധികം വീഡിയോസ് എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം എനിക്ക് വയ്യ. അത് മാത്രമല്ല കുറേ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ ഒന്നും എഡിറ്റ് ആക്കുന്നില്ല പെട്ടെന്ന്. അപ്പം വീഡിയോസിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവാൻ എന്നല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. അപ്പം ഞാൻ ഡേ 3യും നാളത്തെ ഡേ 4ഉം ഒരുമിച്ചിട്ടായിരിക്കും ഇടുന്നത്. അത് മിക്സ്ഡ് അപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയാണ്ടാവേണ്ട. ഡ്രസ്സ് വേറെ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തിരിയും. ഞാൻ അധികം ഇങ്ങനെ പറയൂല. അപ്പം നിങ്ങൾക്ക് തിരിഞ്ഞാൽ മതി. ഡ്രസ്സ് വേറെ ആണെങ്കിൽ ഡേ 4ൻ്റെ ആ ഒരു ഭാഗത്തേന്ന് വിചാരിച്ചാൽ മതി. നാളത്തൊക്കെ ഇത് എന്താണെന്നറിയില്ല. നമ്മൾ ഇന്ന് എവിടെയോ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് റെഡി ആവാൻ പോകുന്നേ ഉള്ളൂ. റെഡി ആക്കില്ല കേട്ടോ. അപ്പം ഗൈസ് റെഡി ആവാൻ പോകുന്നേ ഉള്ളൂ. ഇതിനാല് വെറുതെ രാവിലെ എണീച്ചപ്പോൾ ഡ്രസ്സാണ്. ഞാൻ വെറുതെ ഷോൾ ഇട്ടതാണ്. അതിൻ്റെ ഒക്കെ നമ്മൾ അതാ ഹണ്ടുമ സ്ഥലത്തുണ്ടോ അവൾ രാവിലെ ഇൻസ്റ്റോളൊക്കെ പോകാൻ പോകുന്നതാണ്. ഓക്കെ, അവിടെ പോയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഡേ 3 ഡേ 4 റിതക്കാത്തിൻ്റെ കൂടെ നമ്മൾ പോകാൻ പോവാണ്. എല്ലാവരുടെ കൂടെയും പോകാൻ പോവാണ്. നമ്മൾ കാറിൽ കയറി. ഇതൊക്കെ അംബാനീൻ്റെ കൾച്ചേഴ്സാണ്. നമുക്ക് കാണാൻ പറ്റുക അത്ര ഇതാക്കാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്യുന്ന ഏരിയനും ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നിത മുകേഷ് അംബാനീൻ്റെ കൾച്ചറൽ സെൻറ്ററിൽ ആ മാളിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. ഇവിടുത്തെ എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സത്യം പറയാലോ, ഷോപ്പിൽ കയറിയിട്ട് പോവാം, അങ്ങനെ ഒരു ഇത് എല്ലാം കണ്ടിട്ട് പോകാമെന്നുള്ളത്. കാരണം അത്രക്കും എക്സ്പെൻസീവാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. എല്ലാം ഉണ്ട്. ഗൂച്ചി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്നു. ഇവിടുത്തെ ഭംഗിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നല്ല ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊരു പ്ലേസ്, ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാനൊരു പ്ലേസ്, അക്വേറിയം, ഫുള്ള് ഫ്ലവേഴ്സ്, എക്സലൈറ്റിൽ കയറുമ്പോൾ വേറെ ഫ്ലവേഴ്സ്, അത് ഇത് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളതും കുറേ സംഭവം. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഫോട്ടോ എടുക്കേണ്ട പ്ലേസ് എന്നെല്ലാം പറഞ്ഞാൽ. പിന്നെ അക്വേറിയത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അടിപൊളി ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഫിഷ്, ചെറിയ ഫിഷ്, ഇതുവരെ കാണാത്ത ഫിഷസിനൊക്കെ ഞാൻ അവിടുന്ന് കണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഇതിൻ്റെ മോളാണ് കേട്ടോ ഷോപ്പൊക്കെ. നിങ്ങൾക്ക് ഷോപ്പൊക്കെ കാണണ്ടേ? നിങ്ങൾക്ക് ഷോപ്പെല്ലാം കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് ഇതിനെ ഒരു ഭംഗി കാണണ്ടേ ഗൈസ്? അങ്ങനെ നമ്മൾ ഇതാ ഞാൻ പറഞ്ഞത്. എക്സലേറ്റിൽ കയറുമ്പോൾ വരെ നല്ല ഭംഗി വരുന്നുണ്ട്. പിന്നെ ഇതേ ഫോട്ടോ എടുക്കാനൊക്കെ ഓരോരോ പ്ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലി ഫോട്ടോ എടുക്കാനുള്ളൊരു പ്ലേസ് വരെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് എക്വാറിയത്തിനെ കൊണ്ട് ഞാൻ പിന്നെയും കാണിക്കുന്നതിന് കാരണം എക്വാറിയത്തിൽ ഫിഷൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത്രക്കും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ഫിഷ് ഏറ്റവും വലിയ എക്വയറായിരുന്നു കേട്ടോ. നല്ല എക്വയറായിരുന്നു. അങ്ങനെ നമ്മൾ പൂക്കിയൊക്കെ കാണിച്ചിട്ടോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക്. വെറുതെ ഒരു തമാശ. അങ്ങനെ നമ്മൾ എക്സലേറ്റർ എഴുതി മുകളിലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പോയി. ഇതെല്ലാം ഹിന്ദിയിൽ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പുറത്ത് ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷേ വായിക്കാൻ കിട്ടാത്തൊരു ഇതൊക്കെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ റോളക്സിൻ്റെ കുറേ ബ്രാൻഡ് എല്ലാം ഉണ്ടായിരുന്നു. ഗൂച്ചീന പറഞ്ഞില്ല, എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാറ്റിൻ്റെ പേര്. അങ്ങനെ നമ്മൾ നടന്നു. പിന്നെ നമ്മൾ ലാഡ്രക്കാന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഒരു വലിയ എക്സ്പെൻസീവ് ഫാക്ടറി തന്നെ കയറി. ഇവിടെ 100 ഗ്രാം ചോക്ലേറ്റിന് 1600 റുപ്പീസാണ്. നമ്മൾ അംബാനീൻ്റെ ഒരു മാളിന്ന് ഒരു ചോക്ലേറ്റ് 100 ഗ്രാമിന് എത്ര റുപ്യ നിങ്ങൾക്കറിയുമോ? 1600 എത്ര റുപ്യുണ്ട്. നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ റിച്ചാണ്. വണ്ടേ റിച്ചാണ്. കകൻ്റെ ഫ്രണ്ട് അയച്ചത് ഗൈസ്. അപ്പം നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് അതും ലാഡ്രക്കാണ്. ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് പറയുന്നത് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല. ഒരു കേരിവാടിനെ പറഞ്ഞായിരുന്നു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ട് തന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലാഡർക്ക് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉള്ളത്. ചോക്ലേറ്റ്സിൻ്റെ പൈസ ഞാൻ പറയുന്നില്ല. കുനാഫൊക്കെ കട്ടികളയും. ബട്ട് ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. കിച്ചൻ്റെയൊക്കെ ബെഡൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരും. ഹായ്, എന്ത് രസം അങ്ങനെ പറയുന്നുണ്ട്. ഫീൽ വരും. ഇവിടെ കിച്ചൺ അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. കുറേ മദാമ്മമാരുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതാണ് മെയിൻ എന്ന് പറയുന്നത്. പിന്നെ കുറേ സായിപ്പുമാരും ഇതും ആറിത് അമേരിക്കനും എല്ലാം ഉണ്ട്. കണ്ട കൈസ് ഇവിടുത്തെ എല്ലാം ഇതാണ് ലാഡൊക്കെ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് വന്നത്. ഭയങ്കര ലക്ഷ്യൂറീസ് ആൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറി തന്നെയാണിത്. ഇതൊക്കെ പറഞ്ഞല്ലോ ചോക്ലേറ്റ്സ് ആണ്. എല്ലാം ചോക്ലേറ്റിൽ വരുന്നതാണ്. ഒരുപാട് ചോക്ലേറ്റിൽ വരുന്നതാണ്. പ്ലീസ്, ഇതായിരുന്നു ഞാൻ പറഞ്ഞ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. പലതരം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടോ ലാഡറക്ക എന്ന് പറഞ്ഞ ചോക്ലേറ്റ്സ് 100 ഗ്രാം വാങ്ങിച്ചു. എല്ലാം പിന്നെ നമുക്കതൊന്നൊരു പുല്ല് ഈ മാളിൽ നിന്ന് വന്നിട്ട് ഒന്നും വാങ്ങിക്കാണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ലേ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചത് 1600 ആ ഒരു പ്രൈസ് ആയിരുന്നു 100 ഗ്രാമിന്. അങ്ങനെ നമ്മളിത് എക്സ്പെൻസീവായ ചോക്ലേറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും തിന്നായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റിനെ കൊണ്ട് പറയാൻ വയ്യ. കാരണം ഇന്നലെ ഏതാ റേറ്റ് എന്നെല്ലാം പറഞ്ഞാലോ ഒരു 3 ലക്ഷത്തിൽ വരുമല്ലോ. 5 സൺഗ്ലാസ് വാങ്ങിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വരും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൺഗ്ലാസിൻ്റെ ഷോപ്പുണ്ട്.
ഇന്നലെ ഏതാ റേറ്റ് എന്നെല്ലാം വന്നാലോ ഒരു 3,00,000 വരും. 5 സൺഗ്ലാസ് വാങ്ങിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വരും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ഇഷ്ടപ്പെട്ടൊരു അസ്തറ്റിക് വൈബ് കിട്ടുന്നൊരു പ്ലേസ്. ഇവിടെയൊക്കെ കേക്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാൻ. മുകേഷ് അംബാനി ഒരു റിച്ച് എന്ന് പറയാനുണ്ടല്ലേ. റിച്ച് തന്നെ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ എന്നെ മൂക്കിലായിരിക്കും. പിന്നെ നല്ല മൂക്കാണ്. ഇതാണ് പൂക്കിൻ്റെ മേസ്ത്രി. പൂക്കിൻ്റെ എന്താണ് മറ്റേ ആസ്തറ്റിക് ആയിട്ടുള്ള ഇത് 3 കേക്ക്സ് കാണിച്ചു. നമ്മൾ അംബാനിൻ്റെ പുരക്കല്ല ഉള്ളത്, നമ്മൾ അംബാനിൻ്റെ ജിയോ വേൾഡ് പ്ലാസയിലാണ് നമ്മളുള്ളത്. അങ്ങനെ കാര്യം നമ്മളിവിടുന്ന് നടക്കും തന്നെ ഭംഗിയുള്ള സോഫകൾ, എല്ലാം ഭംഗി, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ നമ്മളൊരു മൂജി അങ്ങനെ എന്ത് പേരുള്ളൊരു സ്ഥലത്ത് കയറാൻ പോയി. കയറിയിട്ട് എന്താ കാര്യം, ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, എന്നാലും ഒന്ന് കയറി കേട്ടോ നമ്മളെല്ലാം. ഇവിടുത്തെ പിന്നെ പറയണ്ട, ഒരു നൈറ്റ് ഡ്രസ്സിന് തന്നെ ഉണ്ട് 3,000 രൂപ സംതിങ് അല്ലോ. പിന്നെ സ്റ്റേഷനറി ഞങ്ങൾക്ക് പറയണ്ട, നല്ല അസ്തറ്റിക് വൈബുള്ള സ്റ്റേഷനറീസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബുക്ക്, പെന്ന് ഇതെല്ലാം എടുത്ത് വാരി കോരാൻ ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷെ നല്ല പ്രൈസ് ഉണ്ട്. ഇവിടുത്തെ ഒരു അരിപ്പൊക്കെ വരെ ഉണ്ട് 4,999 രൂപ. ഇതെന്തിനാണ് ഇവർ വെക്കുന്നത്? ഇതെന്ത് മാളാണിത്? ഡയറിയൊക്കെ നോക്കിയ പൗച്ചും എല്ലാം നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം വാങ്ങാൻ എന്താണ് എൻ്റെ മൈൻഡ് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടുത്തെ ഒരു ഡ്രസ്സിന് എന്തായാലും പ്രൈസ് എന്ന് പറയുന്നത് 6,000 സംതിങ് ആണ്. 6,000 7,000 സംതിങ് ആണ്. ഒരു ചെറിയൊരു പാൻറ് ബ്ലാക്ക് അതിന് 4,999. എന്താണല്ലേ, എന്ത് പ്രൈസാണ് നമുക്കറിയില്ല. നമ്മളെന്തായാലും കാക്കൊക്കെ ഏതോ ഒരു ഷർട്ട് വാങ്ങിന് 6,000 കേട്ടോ. 10 കേസ് എത്ര തന്നെ പറയാനുള്ള എനിക്ക് ഒന്നും പറയാനില്ല. ഈ ഒരു കത്ത് നമുക്ക് നോക്കാം, ഇനിയും കുറേ കാണാനുണ്ട് നമ്മൾ. പിന്നെ ഈ ഒരു സാധനത്തിന് നമുക്ക് പ്രൈസ് കൊടുക്കണം. ഈ കുഞ്ഞു സാധനത്തിന് പ്രൈസൊക്കെ കുഞ്ഞു സാധനം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ സാംസങ്ങിൻ്റെ കമ്പനി കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ സാംസങ് ആയിട്ട് പ്ലാൻസും അതല്ലായിരുന്നു അവിടെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ എക്സലേറ്റർ കഴിഞ്ഞു. ഇതിൻ്റെ തൊട്ട് മുകളിൽ താഴത്തെന്നറിയില്ല, ആപ്പിളിൻ്റെ ഷോറൂമാണ്. ദ വേൾഡിൽ 2 സ്ഥലത്താണല്ലോ, ന്യൂഡൽഹിയിലും മുംബൈയിലാണെന്ന് തോന്നുന്നു ആപ്പിളിൻ്റെ ഷോറൂം ഉള്ളത്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഷോറൂമിൽ പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡിയോർ കണ്ടു, എല്ലാം കണ്ടു. പിന്നെ കുറച്ചേരം ഇവിടെ ഇരുന്നു കേട്ടോ ഗൈസ്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞ കുറച്ചേരം ഇരുന്നു. പിന്നെ നമ്മൾ എക്സലേറ്റർ കയറി ആപ്പിളിൻ്റെ ഷോറൂം കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കണ്ടാലോ. നമ്മൾ ആപ്പിൾ ഷോറൂമിൽ പോവാണ്. ആപ്പിളിൻ്റെ ഷോറൂം, റിയൽ ഷോറൂം മുംബൈ, അവിടെ പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ റിയൽ ആപ്പിളിൻ്റെ ഷോറൂം കണ്ടു കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഫോൺ ഉണ്ടായിരുന്നു അവിടെ, ഐപാഡ് ഉണ്ടായിരുന്നു. ഈ ആപ്പിളിൻ്റെ കമ്പനിയിൽ നിന്ന് ജോബ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ലാപ്ടോപ്പൊക്കെ നോക്കിയിട്ട് ഈ ജോബിന് പറ്റുമോ അങ്ങനെയൊക്കെ. ഞാൻ കുറേ ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച് വാൾപേപ്പർ വരെ ആക്കാൻ നോക്കിനാ ഗൈസ്. അങ്ങനെയൊക്കെ കുറേ കളികളിച്ച് ഇവിടെ ഐപാഡ്, ഏറ്റവും വലിയ ഐപാഡൊക്കെ ഞാൻ കുറേ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആപ്പിളിൻ്റെ ഷോറൂം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ആപ്പിളിൻ്റെ ഷോറൂം. ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ ഗൈസ്, ഫുൾ ആൾക്കാരായിരുന്നു. ലാപ്ടോപ്പ്, ജോബിനായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ഓരോരോ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഏത് ഫോണ് നല്ലത് അങ്ങനെ നല്ല കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇതൊരു മാജിക്കാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കുറേ നേരം ആക്കിയിട്ട് ആയത്. ഇത് മാജിക്കാണ്. നമ്മളിങ്ങനെ കൈ റേസ് ചെയ്താൽ ഇതങ്ങ് താന്നു പോകും, എന്നിട്ട് ഇതിങ്ങ് മുകളിൽ വരും. അതാ കണ്ട ഗൈസ്, ഇങ്ങനെ തന്നെ. ഇതൊരു മാജിക്കാണ് ഗൈസ്. ഇതിനാ കുറേ പ്രാവശ്യം ചെയ്തായിരുന്നു. പിന്നെയും നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ ഗൈസ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് സാറയാണ് ചെയ്യുന്നത്. ഓളാക്കുമ്പോഴാണ് ആവുന്നത്. ഈ ഗൈസ് അത് ഗൈസ് മുകളിൽ നമ്മളെ കാണുന്ന ഒരു കണ്ണാടി തന്നെ ഒരു പിക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി കേട്ടോ. എന്ത് കാണാൻ, കുറേ TV അങ്ങനത്തെ എല്ലാം കാണാൻ. പിന്നെയും ഒന്ന് മേലെ കയറി. ഇതായിരുന്നു താഴത്തെ വ്യൂ എന്ന് പറയുന്നത്. ആ മാജിക്കൊക്കെ കണ്ട സ്ഥലമെല്ലാം കഴിഞ്ഞ് പിന്നെ അതായത് നമ്മുടെ പൂക്കി എന്ന് പറയുന്നത് തന്നെ വലഹി കാക്കൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ TV ഒക്കെ കളിച്ചു. എല്ലാം ബടക്കാക്കിയിട്ട് കാറെല്ലാം കളിച്ചിട്ട് സബ്വേ സർഫേസ് എല്ലാം ഈ TV കേട്ടോ. ഇത് ആപ്പിളിൻ്റെ TV ആയതുകൊണ്ടാണ് തോന്നുന്നു, എനിക്കറിയാം. എന്തോ ആയതുകൊണ്ടാണ് തോന്നുന്നു. നല്ലോണം ഗെയിമൊക്കെ കളിച്ച് ഇരുന്ന് എന്തൊക്കെയോ കളിച്ച് ആ TV ബടക്കാക്കി. അത്രയൊക്കെ പറയാനുള്ളൂ. സബ്വേ സർഫേസൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ ഉള്ളെല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം എന്തെല്ലോ ആപ്പിളിൻ്റെ TVയിൽ നിന്ന് എന്തെല്ലോ കളിച്ച്
എന്നിട്ട് എന്തെല്ലോ പറഞ്ഞ് കളിച്ചു. അത്ര തന്നെ സഭ്യസഭ്യസം ആവുന്നില്ല. വേറെ ഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു വയസ്സ്. അങ്ങനെ ഞാൻ നടന്നു ഇതായിരുന്നു ആ മാളിൻ്റെ ഇതെന്ന് പറയുന്നത്. കുറേ ഹിന്ദിയിലൊക്കെ എന്ത് എഴുതിയിട്ടുള്ള കമ്പനിയൊക്കെ ഉണ്ട്. ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള മാൾ തന്നെയാണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മാൾ തന്നെയാണ്. എനിക്ക് ഇവിടുത്തെ ഇങ്ങനെ പിങ്ക് പോലത്തെ ഷോപ്പെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഒരു ആസ്തറ്റിക് വഴി പോയിട്ടു ആ ഒരു ഇതിൽ ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു, ന്യൂ ഇറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സലേറ്റർ കയറി അപ്പം തന്നെ ഇങ്ങനെ എല്ലാം കണ്ടു. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ മാളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അതേ CSTU അങ്ങനത്തെ എന്തോ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. എന്നോട് ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇതൊരു ബംഗ്ലാവാണ്. എന്തായാലും നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാൻ. എന്തോ അതിൻ്റെ CST മീൻസ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നും നെയിമാണെന്നോ തോന്നുന്നു. അങ്ങനെ ആയിട്ടാണ് ഗൈസ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അത് തിരിയുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ആ ബംഗ്ലാവ് എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷെ അതെല്ലാവരും പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. എനിക്കൊന്നും ബംഗ്ലാവ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല 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 ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ലൈറ്റനിങ് ആയിട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിർത്തിയിട്ട് കാണാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ നിർത്തി അതൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് നേരിട്ട് കാണാൻ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം അയച്ചല്ല, ഇങ്ങനെ ഇപ്പം നടുവിലൊന്ന് സൈഡിലൊന്ന് അങ്ങനെ അയച്ചായിരുന്നു ഉണ്ടായത്. അങ്ങനെ നമ്മളെല്ലാവരും നടന്നു കേട്ടോ ഗൈസ്. അതിങ്ങനെ കാണാൻ വേണ്ടി അടുത്തൊന്നും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു ഗൈസ്. അപ്പം നമ്മളുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ നിങ്ങൾക്ക് ആ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചാൽ നിങ്ങൾ നെട്ടിപ്പോവും. മുംബൈത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണണോ? ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു തരും. അങ്ങനെ ഗൈസ് ഇതാണ് ഫുൾ വ്യൂ. ഞാൻ കാണിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല നല്ല ഭംഗിയുണ്ട് എന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഭംഗി തോന്നിക്കില്ലെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് മുംബൈയിൽ നിന്ന് കണ്ടോ. നല്ല ഭംഗിയുണ്ട് ശരിക്കും പറയാമല്ലോ, ഞാൻ കള്ളത്തരം പറയാനോ. ഇതിൻ്റെ ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എന്തോ ഉണ്ട്, എനിക്ക് എന്തുവാണെന്നറിയില്ല. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കോ എന്താണ് സംഭവം, CST എന്താണ് സംഭവം. പിന്നെ അത് ഇതിൻ്റെ അപ്പുറം ഒന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ലൈറ്റ്സ് കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ മുകളിലെ ബംഗ്ലാവിലാണ് ഉള്ളത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതെന്തെന്നാ അല്ല ഇതിൻ്റെ ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ പോലെ എന്തെല്ലോ പറയുന്നുണ്ട് പോലെ. ഇതെന്താന്ന് എനിക്കറിയില്ലേ. ഈ സാധനം എന്തെന്നാ എനിക്കറിയില്ല. നമ്മൾ എന്തൊക്കെ കണ്ടു, ബംഗ്ലാവ് കണ്ടു. ഏതൊരു പള്ളിയല്ല, വേറെന്തോ ബംഗ്ലാവിനെ പോലത്തെ എന്തോ കണ്ട്. ഇവിടുന്ന് പോകാൻ പോവാണ്. ബംഗ്ലാവ് കണ്ട് അവിടുന്ന് ഫോട്ടോ എടുത്ത് നമ്മളിനി ഇവിടുന്ന് പോകാൻ പോവാണ് കാറിലേക്ക്. പിന്നെയും കാറിലോട്ടുള്ള യാത്ര. ഞാൻ ചെറിയ ക്ലിപ്സ് ഇടുന്നുള്ളൂ, കാരണം വീഡിയോ വെറുതെ ലാഗ് അടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഇവിടുത്തെ പീപ്പിൾസ് നിങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ കഴിച്ച് നമ്മൾ അതെല്ലാം ഫോട്ടോ എടുത്ത് എല്ലാം വന്നു. അതിന് ഇവിടെ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ റാമിൻ്റെ ബുക്കെല്ലാം ഉണ്ടോയെന്നാണ് ഞാൻ നോക്കിയത്. ഇവിടെ വന്നിച്ച് കഴിച്ച് അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നു. കുറേ വീഡിയോ ഒക്കെ ഇടയിൽ വെച്ച് കണ്ടു. എന്തൊക്കെയോ വീഡിയോ ഒക്കെ കണ്ടു. അത്ര തന്നെ ലീസും മുട്ടയോ ഇതെല്ലാം ഉള്ള. നമ്മളിവിടുന്ന് ഒന്നും ആക്കുന്നില്ല. അങ്ങനെ നമ്മൾ കാറിലിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവരും കൂടിയിട്ട്, എല്ലാവരും ഇല്ലായിരുന്നു, ബോയ്സ് എല്ലാവരും കൂടി. ഇക്കാക്കി ഓരൊക്കെ എന്തോ വള വാങ്ങാൻ പോയി. ആടെ നമ്മളെയും ഗൈസ് വിളിച്ചുകൊണ്ടോ. ഇവിടെ നല്ല ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും വാണം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് ഒരു ലൈഫ് ലോങ് വരെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് വരെ നിന്നിരിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം ഞാൻ വാങ്ങിച്ച സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അത് ഈ ഒരു സാധനവും പിന്നെ അതേ ബ്ലാക്ക് സ്റ്റഡുമാണ് വാങ്ങിച്ചത്. ഇത് അവർ പറഞ്ഞായിരുന്നു ലൈഫ് ലോങ് വരെ ഈ കളർ നിൽക്കുമെന്ന്. നമുക്ക് നോക്കാം ഗൈസ്, അതങ്ങനെ നിൽക്കുമെന്ന് തന്നെയാണ്. കാരണം ഇതിനൊരു ഇതുണ്ട്, പ്രൂഫുണ്ട്. ബിക്കോസ് കാക്കൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു ചെയിൻ വാങ്ങിനായിരുന്നു. അപ്പം അത് ഇപ്പോൾ അത് പറഞ്ഞാൽ അതാണ് ഇവർ ഈ ഒരു കളറാണെങ്കിൽ ഈ ഒരു കളർ ലൈഫ് ലോങ് നിൽക്കുമെന്ന് അവർ പറയുന്നത്. അത് നമുക്ക് നോക്കാം. എല്ലാം അങ്ങനെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ചെയിൻ എടുത്താലും അവർ പറയുന്നത് അങ്ങനെ ലൈഫ് ലോങ് വരെ അത് നിൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൂഫും ഉണ്ട്. നമ്മളെ ഇക്കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്തിലുള്ളത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നത്. കളർ കഴിയില്ല. അതാണ്. ഫോൺ കേസിൻ്റെ ഒന്നും പറയണ്ട ഗൈസ്. ഫോൺ കേസിലുള്ള സീന് ഫോൺ കേസസ് ആണ് ഇവിടെ ഉള്ളത് പറയുന്നത്. അമോൾ ഗൈസ് നമ്മളിങ്ങോട്ടാണ് മറൈൻ വേൾഡ് ഡ്രൈവ്. മറൈൻ പോവുകയാണ്. അങ്ങനെ
ഫ്രണ്ട്സ് നമ്മൾ മെറൈൻ വേൾഡിൽ കയറി കേട്ടോ. അടിപൊളിയായിരുന്നു. മൂണൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. മെറൈൻ വേൾഡിൽ ബിൽഡിങ്സ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇതൊരു കടലാണ് ഗൈസ്. ഇവിടെ ഇതൊക്കെ ബിഗ് സ്ക്രീനിലൊക്കെ ഒരുപാട് സാധനങ്ങളാണ്. പക്ഷേ നമ്മൾ നടന്ന ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബിൽഡിങ്സിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. മറ്റേ ബ്രിഡ്ജ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രണ്ട്സ് ഇതാണ് റിയൽ വ്യൂ ഓഫ് മെറൈൻ വേൾഡ്. നല്ല വ്യൂ അല്ലേ ഗൈസ്? എന്ത് രസം വ്യൂ കാണാൻ. അടിപൊളിയല്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അടിപൊളിയായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു. ഇതൊക്കെ ഈ ഒരു സാധനം മധുരത്തിലുള്ള സാധനം കൊണ്ടുവന്നിട്ടായിരുന്നു. എൻ്റെ തിന്നുന്ന എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒരു ക്യൂട്ട് പപ്പിക്കുട്ടീനെ കണ്ടു. നല്ല ക്യൂട്ടായിരുന്നു. അപ്പം ഡേ 4 കാണാൻ വേണ്ടി ഗൈസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പുറക്കെത്തി. നിങ്ങൾ വിചാരിക്കും രാത്രിയല്ലേ ഇവിടെ വ്ളോഗ് ഇതെന്ത് പെട്ടെന്ന് പുറക്കൊക്കെ സംഭവം. രാവിലെ എണീച്ച് ഞാൻ ഇന്നലെ വേഗം ഉറങ്ങി. ഞാൻ ഡേ 4 ഞാൻ വേറെ വ്ളോഗിൽ ഇടാൻ വിചാരിച്ചു. കാരണം ഡേ 3 കുറേ ഉണ്ട്. 16 something minutes ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ 4 വേറെ വീഡിയോ എന്താ സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പം ബൈ പറയാണ്. ഡേ 3 വീഡിയോ അടിപൊളിയായിരുന്നു. നമ്മൾ ആ പപ്പിക്കുട്ടീനെ കണ്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയി വെള്ളമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയിട്ടോ. പിന്നെ നേരെ ഒരു ഉറക്കമായിരുന്നു. കാരണം വീട്ടിലെത്തിയത് രാത്രി 2:30 നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് ഉറങ്ങിയിട്ട് എന്തൊക്കെയും ഉറങ്ങിയിട്ടിപ്പോൾ എനിക്ക് എത്ര തന്നെ. ഇനി ഡേ 4 ഞാൻ വീഡിയോ ഇടും. ഓക്കെ, ഡേ 4 ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഡേ 4 ഡേ 5 ഡേ 6 ഞാൻ ചിലപ്പോൾ അധികം മിക്സ്ഡ് ആക്കും. കാരണം എനിക്ക് അധികം വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എഡിറ്റ് ചെയ്യാനുള്ള പാടുണ്ട്, ടൈം എടുക്കും. അതുകൊണ്ടാണ്. ഓക്കെ, ബൈ ഗൈസ്, സബ്സ്ക്രൈബ്.